മരങ്ങൾ വിളിച്ചെന്നെ വേസ്റ്റ് ആവ് കണ്ടാലേ അറിയാം ഇവന് കൃഷിയാണ് ലുക്ക് കണ്ടു തടിയന്റെ അതും മതി തെളിവാണെന്നതേ നാവ് പറയുന്നു ട്രാക്സ് പൊളിയാണ് നന്മ മാത്രം മതി ഇനി ഇല പൊഴി ഗടി ഗടി കാലം മാറും വിധം മാറും ലാഭം ഗടി. Hello guys, you are watching edworld and this is Edwin here. വെള്ളം തേടി നന്മ ചെടി അയ്യോ ഞാൻ മറന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ടിപ്പാണ്. ഈ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ നേരത്തെ ഓൺലൈൻ ക്ലാസ്സസിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമുക്കിപ്പം വെബ് ക്യാമറ ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ ക്യാമറ എങ്ങനെ ഒരു വെബ് ക്യാമറയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു പ്രശ്നം കൂടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്ന കാരണം ലൈവ് ക്ലാസ്സസ് ആയിരിക്കും മിക്കവാറും. അപ്പോഴത്തേക്കിനും കുറേ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ ലോസും അതുപോലെ തന്നെ കുറവായിരിക്കും, സ്പീഡും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ ഫോണിൽ VPN എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. അത് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് എന്തായാലും കാണാവുന്നതാണ്. അപ്പോൾ ആ സെറ്റിംഗ്സിനെ പറ്റിയുള്ള ഒരു ബ്രീഫായിട്ടുള്ള സംഭവമാണ്. സത്യം പറഞ്ഞാൽ VPN എന്നാണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് രോഹിത് റോക്കി ജോർജ് ആണ് ഈ സംഭവം എനിക്ക് പരിചയപ്പെടുത്തുന്നത്. സംഭവം അടിപൊളിയാണ്, ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ രോഹിത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കയറി നോക്കണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ VPN ആണ്. അപ്പോൾ ഈ VPN ആക്ടിവേറ്റ് ചെയ്യാനുള്ള 2 വഴികളാണ്. ഒരെണ്ണം ഹാർഡ് ആയിട്ടുള്ളത് ഒരെണ്ണമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈസി മെത്തേഡും ഉണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തെടുക്കണം? ഈസി എടുക്കാം, കാരണം എല്ലാവരും ഈസി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈസി മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ VPN ഒരുപാട് സെർവേഴ്സ് ഉണ്ട്. അതായത് VPN എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ VPN ആക്ടിവേറ്റ് ചെയ്യും. ഈ VPN എന്ന് പറഞ്ഞാൽ നമ്മുടെ സിം കാർഡിൽ നിന്ന് പോകുന്ന നെറ്റ്വർക്ക് അല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഫോറിൻ രാജ്യത്തിലെ അഥവാ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ വല്ല സെർവേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ നെറ്റ്വർക്ക് ആയിരിക്കും കൂടുതൽ സ്പീഡ്. അഥവാ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന VPN കോഡ് അനുസരിച്ച് ഓരോ സെർവേഴ്സ് മാറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? എനിക്ക് മനസ്സിലായി. ഞാനും കുറേ നാളെടുത്തു ഇത് പഠിക്കാൻ വേണ്ടി. അപ്പോൾ സത്യം പറഞ്ഞ് നിങ്ങൾ അത്രയ്ക്കും കൂടി ചിന്തിക്കുകയാണ്, നമുക്കിത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൈവസി ഇഷ്യൂസിനൊക്കെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ഇത് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ള ഇഷ്യൂ പണ്ടേ മുതൽ നിലനിൽക്കുന്നു. അതായത് VPN ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറേ പ്രൈവസി ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതെങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് VPN കുറേ സെർവേഴ്സ് ഉണ്ട്. അതിൽ ബെസ്റ്റ് സെർവറാണ് Cloudflare. അപ്പോൾ Cloudflareന്റെ തന്നെ ഒരു ആപ്പാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് iOSലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഒറ്റ സ്വിച്ച് വഴി VPN കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. സത്യം പറഞ്ഞത് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നതാണ്. അതായത് മാനുവലി നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഈ ആപ്പിൻ്റെ പേര് എന്നാന്ന് വെച്ചാൽ 1.1.1.1 അതിൻ്റെ ഇടയ്ക്ക് 3 കുത്തും. ഓക്കെ, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് താഴെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ iOSലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ആയിരിക്കും താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ലിങ്ക് ചെക്ക് ചെയ്ത് പോവുക. കാരണം നമ്മൾ മാനുവലി കയറ്റുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമായിരിക്കും ഈ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുമോ? സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ടൊക്കെ ഈസി ആയിട്ട് നല്ല സ്പീഡ് കിട്ടും എന്നൊക്കെയുള്ള ടൈറ്റിൽ കണ്ട് നമ്മൾ ഏത് വീഡിയോ കയറിയാലും ഉടായ്പിൻ്റെ ഒരു മണം അടിക്കും, നമുക്കറിയാം. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഞാൻ 100% ഷുവർ തരാം. നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് എങ്ങനെ ആപ്പ് ഉപയോഗിച്ച് VPN ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ മാനുവലി സെറ്റിംഗ്സ്, അതായത് നമ്മുടെ എല്ലാവരുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ VPN ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഫോൺ സെറ്റിംഗ്സിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ പലരും ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാവാത്തതുകൊണ്ട് വിട്ട് കളയുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മൾ പല പ്രാവശ്യം ആ ഒരു ബട്ടണിൽ കയറി നിൽക്കാറുമുണ്ട്.
സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ അവിടെ ആപ്പിന്റെ പേരായിരിക്കും ഫസ്റ്റ് കാണിക്കുന്നത്. അതായത് VPN ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഫസ്റ്റ് കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ആപ്പ് ആയിരിക്കും. കാരണം ബെസ്റ്റ് മെത്തേഡ് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ചിലർക്ക് ഇൻസെക്യൂർ ആയിട്ട് തോന്നും മറ്റേ ആപ്പ്. പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാനുവലായിട്ടും VPN ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സാഹചര്യം മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ മാനുവലി ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ സ്ക്രീൻ റെക്കോർഡറിൽ കാണിച്ചതുപോലെ തന്നെ VPN സെർവേഴ്സ് പറയുന്ന സൈറ്റിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും കൊടുക്കും. നിങ്ങൾക്ക് ഞാൻ അറിയാലോ, അങ്ങനെ ചെയ്യാതിരിക്കത്തില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ദിസ് ഇസ് എഡ്വിൻ വിത്ത് ദേവദൻ സൈനിങ് ഔട്ട്. കാലമെന്ന് നീണ്ടു പാഠമെന്ന് വെട്ടമേകതി ചൂളയാക്കും. പിടികിട്ടിലൊരിക്കലും എന്നെയാക്കും. ഞാൻ ചെന്നിടം നിന്നിടം എന്നിടമാക്കും. എനിക്ക് ചുറ്റുമുണ്ട് അഗ്നി വലയം. എനിക്ക് വേണ്ടതിന്റെ കാലില ഭയം.